ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം ആണെങ്കിൽ വർക്ക്ഷോപ്പിലിരുന്ന് ഫോൺ ഇങ്ങനെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കാണ് ഒരു കോൾ വരുന്നത്. ആ കമലാമ്മയാണ് വിക്രമിനെ വിളിക്കുന്നത്. വിക്രം, നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മേ ഞാൻ ഇവിടെ വർക്ക്ഷോപ്പിലുണ്ട്, എന്താ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വിക്രം. അപ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, എടാ നീ അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് വരണം. വേദ ചെറുതായിട്ടൊന്ന് വീണു, കയ്യിലും കാലിലും ഒക്കെ മുറിവുകളുണ്ട്, ഒന്ന് ഹോസ്പിറ്റൽ വരെ പോകണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വിക്രമിന് ആകെ ടെൻഷൻ ആവുന്നുണ്ടെങ്കിലും ഇതൊന്നും പുറത്ത് കാണിക്കാതെ കമലാമ്മയോട് പറയുന്നുണ്ട്, അതിനെന്തിനാ ഞാൻ വരുന്നത്, എനിക്കെങ്ങും വയ്യ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കമലാമ്മ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, എടാ നീ എന്തായി പറയുന്നത്, ഒന്നുമല്ലെങ്കിലും നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും വിക്രം ഒന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷമായിട്ട് വിക്രമിന് ഒരു സമാധാനം ഉണ്ടാവില്ല. അവൾക്ക് എന്തായിരിക്കും സംഭവിച്ചത് എന്നൊക്കെ ഓർത്ത് വിക്രം ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ വിക്രം പെട്ടെന്ന് തന്നെ ബൈക്ക് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും കമലാമ്മയും നന്ദിനിയും കൂടി വീടിന് പുറത്തായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവരെ കാണുമ്പോഴത്തേക്കിനും വിക്രം ഇങ്ങനെ പെട്ടെന്ന് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, എന്താ നീ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തിനാ വന്നേന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട്, ആഹാ നീ അവൾക്ക് വയ്യെന്ന് കേട്ടപ്പോഴേക്കും നീ പെട്ടെന്ന് ഇങ്ങ് പോന്നോ, അപ്പോൾ നിനക്ക് അവളോട് ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇങ്ങനെ വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കുന്ന നേരത്തെ നന്ദിനി വീണ്ടും പറയുകയാണ്, എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും, അവളുടെ നാക്കും വെച്ച് അവളെ എല്ലാവരെയും വളച്ചെടുക്കും, അതിന് ഈ അമ്മ സപ്പോർട്ടുമാണ് എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്ദിനി. അപ്പോഴേക്കും കമലാമ്മ നന്ദിനിയോട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, നന്ദിനി നീ വെറുതെ അവനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ്ട, നീയേ അകത്ത് കയറി പോവാൻ നോക്ക് ഇങ്ങനെ കമലാമ്മ നന്ദിനിയെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട്, എന്തിനാമ്മേ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വിക്രമിന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ, പിന്നെ എന്തിനാ അമ്മ നിർബന്ധിക്കുന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നന്ദിനിനെ കമലാമ്മ വഴക്ക് പറഞ്ഞ് ഉള്ളിലേക്ക് കയറ്റി വിടുന്നുണ്ട് കേട്ടോ. നന്ദിനി പോയതിനു ശേഷം വിക്രം ചോദിക്കുന്നുണ്ട്, അവളെ എവിടെ അമ്മേ? അപ്പോഴേക്കും കമലാമ്മ ചോദിക്കുന്നുണ്ട്, നീ ആരെ അന്വേഷിക്കുന്നേ, അല്ല വേദ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, നീ വരില്ല, നിനക്ക് പറ്റില്ല എന്നല്ലേ പറഞ്ഞത്, ശ്രീജയും കൂട്ടി ഒരു ഓട്ടോ വിളിച്ച് അവര് ഹോസ്പിറ്റലിൽ പോയിരിക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് വിക്രമിന് ആകെ ടെൻഷൻ ആവുന്നുണ്ട്, എന്നാലും പുറത്ത് കാണിക്കുന്നില്ല. എന്നിങ്ങനെ വിക്രം ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, നീ വന്നിരുന്നെങ്കിൽ അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ലായിരുന്നോ, ഇപ്പോൾ നീ എന്തിനാ ഇങ്ങോട്ട് പിന്നെ ധൃതി വെച്ച് വന്നേന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അതിന് ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നതാ, അല്ലാതെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നും വന്നതല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അവിടെ പോയി വിക്രം ഇങ്ങനെ മാറിയിരിപ്പുണ്ടെങ്കിലും വിക്രമിന്റെ മനസ്സ് നിറയെ വേദയെക്കുറിച്ചുള്ള ചിന്തകളാണ്. അല്പം നേരത്തെങ്കിലും വന്നിരുന്നെങ്കിൽ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമായിരുന്നു, അവൾക്ക് എന്താവും സംഭവിച്ചത് എന്നിങ്ങനെയൊക്കെ ഓർത്ത് വിക്രം ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും മുറ്റത്തൊരു ഓട്ടോ വന്ന് നിൽക്കുന്നുണ്ട്. ശ്രീജയും വേദയും കൂടി വന്ന് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ വേദയുടെ കൈയൊക്കെ മുറിവൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. വിക്രം വേദയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയ, നീ തറയെ നോക്കിയൊന്നല്ലേ നടക്കുന്നത്, നിനക്ക് അല്ലെങ്കിൽ പിന്നെ 100 നാവാണല്ലോ, ഇപ്പോൾ നിന്റെ നാക്കും സാമർത്ഥ്യമൊക്കെ എവിടെ പോയിന്നിങ്ങനെ വിക്രം ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് വേദ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ വിക്രം ഇത്, ഒരാൾക്ക് ആപത്ത് വരുമ്പോൾ പോലും സന്തോഷിക്കുന്ന മനസ്സാണോ നിങ്ങളുടേത്, നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നു, ശത്രുവിനോടായാൽ പോലും ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല വിക്രം എന്നൊക്കെ ഇങ്ങനെ വേദ പറയുമ്പോഴേക്കും ഒന്നും മിണ്ടാനാവാതെ ഇങ്ങനെ വിക്രം നിപ്പുണ്ട് കേട്ടോ. എന്നിട്ട് വേദ പറയുകയാണ്, കയ്യിലെ മുറിവുകളൊക്കെ എത്രയും പെട്ടെന്ന് ഭേദമാകും, എന്നാൽ മനസ്സിനൊരു മുറിവേറ്റാൽ അത് മായാൻ വലിയ പാടാണ് വിക്രം എന്നിങ്ങനെ വേദ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, നല്ല ആഴത്തിലുള്ള മുറിവാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്, കുറച്ച് ദിവസം 2 ദിവസം നല്ല വേദനയുണ്ടാവും, കഴിക്കാനായിട്ട് ടാബ്ലറ്റ്സും തന്നിട്ടുണ്ട് എന്നിങ്ങനെ ശ്രീജ പറയുന്നുണ്ട് കേട്ടോ. വേദയും കൂട്ടി എന്നിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് വിക്രം ഇങ്ങനെ ഒന്നും മിണ്ടാൻ വയ്യാതെ നിൽക്കുകയാണ് കേട്ടോ. വേദയുടെ ആ വയ്യാതെയുള്ള പോക്കൊക്കെ കാണുമ്പോഴത്തേന് വിക്രമിന് ഇങ്ങനെ ഉള്ളിൽ ഒരുപാട് സങ്കടമാകുന്നുണ്ട് കേട്ടോ. ഞാൻ എന്താ ഇവളോട് മാത്രം ഇങ്ങനെ, രാധ എന്തെങ്കിലുമൊക്കെ എന്നോട് പറഞ്ഞാലും ഞാൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കത്തേ ഉള്ളൂ, പിന്നെ എന്തിനാ ഞാൻ ഇവളോട് ഇങ്ങനെ എപ്പോഴും ദേഷ്യപ്പെടുന്നത്, എനിക്ക് എപ്പോഴും ഇവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ഇഷ്ടമെന്നൊക്കെ ഇങ്ങനെ വിക്രം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രാത്രി ആവുമ്പോഴത്തേക്കിനും ഊണൊക്കെ കഴിഞ്ഞ് വിക്രം ഇങ്ങനെ കിടക്കാനായിട്ട് പോകുന്ന നേരം വേദ ഇങ്ങനെ തറയിൽ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുകയാണ്. അപ്പോഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട്, നീ
എന്താടി ഇരുന്നുറങ്ങുന്നത്, നിനക്ക് കിടന്നുറങ്ങിക്കൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ഇല്ല വിക്രം, നല്ല വേദനയുണ്ട്, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്ന് പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ നീ ഇന്നൊരു ദിവസത്തേക്കിന് എൻ്റെ റൂമിൽ പോയി കിടന്നോ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാം, കട്ടിൽ കിടന്നോ എന്ന് പറയുമ്പോഴേക്കും വേദ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി വിക്രമിനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും വിക്രം പറയുന്നുണ്ട്, ഇന്നൊരു ദിവസം മാത്രം, പിന്നെ അല്ലാതെ നീ എന്നും രാവിലെ ആകുമ്പോഴത്തേക്കിനും റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയേക്കണം, ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാം, ഒരു ബെഡ്ഷീറ്റ് വിരിച്ചെന്നിങ്ങനെ വിക്രം പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, എന്തിനാ വിക്രം, അവിടെ തന്നെ കിടന്നോ, ഞാനൊന്നും ഉപദ്രവിക്കാനൊന്നും പോണില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഞാൻ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല, നീ ഇവിടെ തന്നെ കിടന്നോ, ഞാനേ പോയി മിണ്ടാതെ പോയി കിടന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ വിക്രം പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അല്ല വിക്രം, ഞാൻ അവിടെ കിടന്നോളാം, എനിക്ക് നല്ല വേദനയുണ്ട്, ഇവിടെ കിടക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ വേദ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേനും വിക്രം പറയുന്നുണ്ട്, ശരി എന്നാ നീ പോയി കിടന്നോ, ഇത് എന്നും സ്ഥിരമാക്കാനൊന്നും നിൽക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ പറയാണ്, വിക്രം, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നല്ല മനസ്സും ഉണ്ടല്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സാക്ഷിക്ക് എന്നൊരു സാധനമൊക്കെ ഉണ്ടല്ലേ എന്ന് പറയുമ്പോഴേക്കും വിക്രം പറയുന്നു, നീ കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട, നീയേ പോയി കിടക്കുന്നെങ്കിൽ കിടക്കാൻ നോക്കുന്നെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രം ഒന്ന് പിടിക്കുമോ, എനിക്ക് എഴുന്നേക്കാൻ വയ്യ, നല്ല വേദനയുണ്ടെന്നിങ്ങനെ വേദ പറയുമ്പോൾ അങ്ങനെ വേദയൊന്ന് സപ്പോർട്ട് ചെയ്ത് വിക്രം എഴുന്നേൽപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വിക്രം പറയുന്നുണ്ട്, നീയേ കഥ കടച്ച് പോയി കിടന്നുറങ്ങാൻ നോക്കെന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, വിക്രം ഇവിടെ തന്നെ കിടന്നു, ഞാൻ വേറെ ആരും അറിയണ്ട എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അത് നിന്റെ മനസ്സിലങ്ങ് വെച്ചാൽ മതി, ഈ ജന്മത്തിൽ നമ്മൾ ഒരു റൂമിൽ കിടക്കില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കുന്നുണ്ട്. അങ്ങനെ വേദ കഥകടച്ച് റൂമിൽ കിടക്കുന്നുണ്ട് കേട്ടോ. കിടന്നുകൊണ്ട് വേദ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, അപ്പോൾ വിക്രമിന് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ എന്നോടൊരു ഇത്തിരി ഇഷ്ടമൊക്കെ ഉണ്ട്, ഈശ്വര അത് നല്ലതായി തീർക്കണേ എന്നൊക്കെ ഇങ്ങനെ വേദ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വേദ ഇങ്ങനെ ഉറങ്ങാനായിട്ട് തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഉറങ്ങാനായിട്ട് തുടങ്ങി കഴിയുമ്പോൾ തന്നെ വേദ പെട്ടെന്ന് വേദനകൾ കൊണ്ടൊക്കെ ഉറങ്ങിപ്പോവുകയാണ്. പിന്നീടായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനും വിക്രം വന്നിട്ട് കഥകിനിട്ട് നന്നായിട്ട് കൊട്ടുന്നുണ്ട്. എടി പെട്ടെന്നൊന്ന് തുറക്കുക, അമ്മയോ ചേച്ചിമാരോ ആരെങ്കിലും കാണുന്നതിന് മുമ്പ് വന്ന് വാതിൽ തുറക്കെന്ന് പറയുമ്പോഴേക്കും വേദ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പറയുന്നുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ് വിക്രം, ഞാൻ നന്നായിട്ട് ഉറങ്ങി, നല്ല വേദനയും ക്ഷീണവും ഉണ്ടായിരുന്നെങ്കിലും വിക്രമിൻ്റെ കട്ടിൽ കിടന്നുകൊണ്ട് പെട്ടെന്ന് ഉറക്കം വന്നു, നല്ല സുഖവും തോന്നിയെന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ടേ, മതി മതി, നീ പെട്ടെന്നൊന്ന് റൂമിൽ നിന്ന് പുറത്തിറങ്ങുക, ഇനിയിപ്പോൾ ഇത് സ്ഥിരമാക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് നാൾ കൂടി നന്നായിട്ട് ഉറങ്ങി വിക്രം, ഇനി ഞാനിന്ന് ഇവിടെ കിടന്നോട്ടെ, ഒന്ന് ഇറങ്ങടി പെട്ടെന്ന് വേതാളം എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, വിക്രം ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ കിടന്നോട്ടെ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് വിക്രം, നല്ല സുഖമായിരുന്നു ഇവിടെ കിടന്ന് ഉറങ്ങാനെന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ടേ, നീ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ, നിനക്കേ ഉറങ്ങണമെങ്കിൽ നിന്റെ വീട്ടിൽ തന്നെ പോയി കിടന്നുറങ്ങിക്കോ, അല്ലാതെ ഇവിടെയല്ല കിടക്കേണ്ടത്, നല്ല മണിമാളിക പോലത്തെ വീടുകളും നിന്നെ ശുശ്രൂഷിക്കാനും നിന്റെ മുത്തശ്ശനും വീട്ടിൽ ഇഷ്ടം പോലെ ആളുകളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, നീ അവിടെ തന്നെ പോയി സുഖമായിട്ട് കിടന്നുറങ്ങുന്നു ഇങ്ങനെ വിക്രം പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അതൊന്നുമല്ല വിക്രം സുഖം, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഈ താലി കെട്ടിയ എൻ്റെ വിക്രമിൻ്റെ കൂടെ ഈ റൂമിൽ നമുക്ക് ഒന്നിച്ച് കിടക്കുന്നൂടെ, അതല്ലേ എൻ്റെ മനസ്സിന് സന്തോഷം എന്നിങ്ങനെ വേദ പറയുമ്പോഴേക്കും നീ അതെ മനസ്സിലങ്ങ് വെറുതെ ഇല്ലാത്ത സ്വപ്നങ്ങൾ കാണണ്ട, അതൊരിക്കലും നടക്കാനും പോകുന്നില്ല, നീ എത്രയും പെട്ടെന്ന് നിൻ്റെ വീട്ടിൽ പോയി സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കുന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അതൊന്നുമല്ല വിക്രം സന്തോഷം, എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എന്തൊക്കെ പ്രതിസന്ധി വന്നാലും എൻ്റെ താലി കെട്ടി ഭർത്താവിൻ്റെ വീട്ടിലാണ് ഞാൻ ഉള്ളതെന്ന് പറയുമ്പോൾ അതെൻ്റെ മനസ്സിനൊരു ധൈര്യം തരുന്ന ഒന്നാണ്, ഏത് പ്രതിസന്ധിയിലും വിക്രം ഉണ്ടാവുമല്ലോ എന്നുള്ള ഉറപ്പാണ് എൻ്റെ മനസ്സിലുള്ളത് എന്നൊക്കെ ഇങ്ങനെ വേദ പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, നീയേ 16-ാം നൂറ്റാണ്ടിലെ ആളുകളെ പോലെ ജീവിക്കാതെ അത് താലിയുടെ മഹത്വം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ നിനക്ക് നിൻ്റെ വീട്ടിൽ പോയി സന്തോഷമായിട്ട് ജീവിച്ചൂടെ എന്നിങ്ങനെ വിക്രം ചോദിക്കുന്നുണ്ട് കേട്ടോ വേദയോട്. അപ്പോഴേക്ക് വേദ പറയുന്നുണ്ട്, വിക്രമിനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് പോകുന്ന പ്രശ്നമില്ല, ഞാൻ ഇവിടെ തന്നെ കാണും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, നീ എന്ത് കണ്ടിട്ടായി പറയുന്നത്, നീ ഒരിക്കലും ഗുണ്ട വിക്രമിൻ്റെ ഭാര്യ എന്നറിയപ്പെടാനാണോ നീ ഇഷ്ടപ്പെടുന്നത്, ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണില്ല, നീ എൻ്റെ ഭാര്യയോ അല്ല എന്നൊക്കെ ഇങ്ങനെ വിക്രം ദേഷ്യപ്പെട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, നിനക്ക് പോയിക്കൂടെ, എന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു തന്നൂടെ, എൻ്റെ ജീവിതത്തിലെ മറ്റൊരു
പെണ്ണും ഇല്ല, ഒരിക്കലും എനിക്കൊരു ഇങ്ങനത്തെ ഒരു ജീവിതവും ഇല്ല, ഞാൻ ഗുണ്ടയാണ്, ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, വിക്രം ഇങ്ങനെയല്ല, ഞാൻ വിക്രമിനെ മാറ്റിയെടുക്കും, വിക്രം എൻ്റെ ഭർത്താവായി, നല്ല ഭർത്താവായി ഞാൻ മാറ്റിയെടുക്കുമെന്ന് ഇങ്ങനെ വേദ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഒന്ന് മതി, ഒന്ന് നിർത്തിയിട്ട് പോകുന്നുണ്ടോ, മനുഷ്യൻ രാത്രി ഒരു പോളെ കണ്ണുറങ്ങിയിട്ടില്ല, എനിക്കൊന്ന് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ കട്ടിൽ കയറി കിടക്കുന്നുണ്ട് കേട്ടോ. വിക്രം ക്ഷീണം കൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോവുകയാണ്. ഇത് കണ്ട് വേദ ഇങ്ങനെ അടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. വിക്രം ഉറങ്ങിപ്പോയ സമയത്ത് വേദ ഇങ്ങനെ കട്ടിലിൻ്റെ സൈഡിലേക്ക് ചരിഞ്ഞു കിടന്ന് വേദ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് വിക്രം നല്ല ഉറക്കത്തിലാണ്. വിക്രം ഇങ്ങനെ ഉറക്കത്തിൽ തന്നെ കൈയെടുത്ത് വേദയുടെ ദേഹത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ കൈയെടുത്ത് മാറ്റാൻ വേദ ഒരുങ്ങിയില്ല. വേദ ഇങ്ങനെ കിടന്നുറങ്ങിയാണ്. വിക്രം പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്ന സമയത്ത് പെട്ടെന്ന് കൈയെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ.